അസ്സലാമു അലൈക്കും. വെൽക്കം ടു അക്കാസ് വ്ളോഗേഴ്സ്. നിങ്ങൾക്കത് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നല്ല മഴക്കാലമാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മളിവിടുത്തെ കണ്ടോ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി വയ്ക്കാനുള്ള വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മളെങ്ങനെയാണ് ഈ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപോക്കാം. ഇതാണ്ട് ഞാനാണ് ഉരുളൻകിഴങ്ങെല്ലാം ഇവിടെ ചെത്തി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വലിയ സബോളയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ആ കിഴങ്ങിനകത്തോട്ട് അരിഞ്ഞിടാം. അതും കൂടി ഇട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തീ കൊടുത്തത് ചൂടായിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 3-4 പത്തലമുളകൊന്ന് വറുത്തെടുക്കാം. അതൊന്ന് നമ്മളൊന്ന് മൂപ്പിച്ച് ശരിയാക്കി വറുത്ത് നമ്മൾ കോരിയെടുക്കുവാണേ. അതും കൂടെ നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമുക്ക് ആ ചൂടായി കിടക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഈ സബോളയും കിഴങ്ങും അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കാം. അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനി ഒന്ന് അടച്ച് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അതൊന്ന് ഒരുമാതിരി ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അത് പാതി വേവായ പോലെ തോന്നുന്നുണ്ട്. നോക്കട്ടെ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ച് തുറന്ന് ഇളക്കി നമ്മൾ കൊടുക്കണം. കണ്ടോ, പകുതി വേവായിട്ടുണ്ട്, ഫുൾ വേവായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി നമുക്കിതുണ്ടല്ലോ അടച്ച് വെച്ച് ഒന്നും കൂടി നമുക്കൊന്ന് നല്ല വേവാക്കി നമുക്കൊന്ന് എടുക്കാം. നമ്മളൊന്നും കൂടി അടച്ച് വെച്ചു. രണ്ട് കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് നമ്മുടെ കിഴങ്ങായ എണ്ണയ്ക്കകത്ത് കിടന്ന് വഴണ്ട് നല്ലതായിട്ട് ആ ഉപ്പും സബോളയുടെയും വെള്ളവും എല്ലാം കൂടി നന്നായിട്ട് വഴണ്ടിയിട്ടിട്ട് അതിലേക്ക് നമുക്കിനി ഉണ്ടല്ലോ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പാകത്തിന് അവരുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. കിഴങ്ങ് വെന്ത് പോകാൻ ശ്രദ്ധിക്കണം. മഴക്കാലമായിട്ട് ചിലപ്പോൾ കിഴങ്ങൊക്കെ എളുപ്പം വേകും. എന്നിട്ട് നമുക്ക് 5-6 കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മഴയായിട്ട് കരിയാപ്പിലൊന്നും എടുക്കാൻ പറ്റില്ല, മുറ്റത്ത് മുഴുവൻ ഭയങ്കര മഴയാണ്. ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുത്തത്, 1 സ്പൂണ് ഗരം മസാല പൊടിച്ചത്. അതും കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ട് ചെറിയൊന്ന് ഇളക്കി പൊടിയാത്ത രീതിയിൽ നമുക്കൊന്ന് ഇളക്കി അതൊന്ന് റെഡിയാക്കി വയ്ക്കാം. ഒരു 5 മിനിറ്റ്, അതായത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. 5 മിനിറ്റ് ആയപ്പോൾ കണ്ട നമ്മുടെ കിഴങ്ങൊക്കെ പാകത്തിന് റെഡിയായി മെഴുക്ക് പുരട്ടിയായിട്ട് വന്നിട്ട് അതിനകത്തോട്ട് നമ്മളുണ്ടല്ലോ ആ വറുത്ത് കോരി വെച്ച മുളക് ഒരു 2-3 പൊടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടി ആയപ്പോഴത്തേക്കും കണ്ട നമ്മുടെ സൂപ്പർ മെഴുക്ക് പുരട്ടിയായിട്ടുണ്ട് കേട്ടോ. കിഴങ്ങ് മെഴുക്ക് പുരട്ടി നല്ല സൂപ്പർ. അല്പം പോലും വെള്ളം ചേർക്കാതെ ഈ രീതി കിഴങ്ങ് പുരട്ടി നല്ല ടേസ്റ്റും നല്ല രുചിയുമാണ്. വെള്ളം ചേർത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് രുചിക്കുറവ് വരും. അതുകൊണ്ട് അല്പം പോലും വെള്ളം ചേർക്കാതെ അതിനകത്തിട്ട് വഴറ്റി അത് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്ക് കണ്ടില്ലേ, ചോറും നല്ല വറുത്ത മുളകും തേങ്ങായും ഇഞ്ചിയും പുളിയൊക്കെ വെച്ച സമ്മന്തിയും കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും നല്ല മത്തി 2 ഉണ്ടല്ലോ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് വറുത്ത്, അതും കൂടിയാണ് ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം. നല്ല സൂപ്പർ ഭക്ഷണമാണ്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും.